ബൈബിളിൽ പ്രധാനപ്പെട്ട 3 സ്നാനങ്ങളുണ്ട്. ഒന്ന് ജലസ്നാനം, 2 പരിശുദ്ധാത്മ സ്നാനം, 3 അഗ്നിസ്നാനം. ഇത് 3 ഘട്ടമായിട്ടാണ് നടക്കുന്നത്. ചിലർക്ക് അവർ സ്നാനപ്പെടുന്നതിന് മുമ്പ് അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്, വേറെ ചിലര് സ്നാനപ്പെട്ടതിന് ശേഷം അഭിഷേകം പ്രാപിച്ചിട്ടുണ്ട്. ഏതായാലും 3 സ്നാനത്തെ കുറിച്ച് നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും. അപ്പോസ്തല പ്രവൃത്തി 1-ാം അധ്യായം 5-ാമത്തെ വാക്യം. യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ ഇനി ഏറെ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കൽപ്പിച്ചു. അപ്പൊ അവിടെ നമ്മൾ 2 സ്നാനങ്ങൾ കാണുന്നു. ഒന്ന് വെള്ളം കൊണ്ടുള്ള സ്നാനം, അതിന്റെ പുതിയ നിയമ ചിന്തയാണ് യേശു ക്രിസ്തുവിനോട് ചേരുവാനുള്ള സ്നാനം. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ വെള്ളത്തിൽ നിമജ്ജനമാക്കിയുള്ള സ്നാനം. 2ാമത്തെ സ്നാനമാണ് പരിശുദ്ധാത്മ സ്നാനം. പരിശുദ്ധാത്മാവിന്റെ അഭിഷേകത്തെയാണ് പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയുന്നത്. അതിനെ എണ്ണയോട് ചേർത്ത് പറയുമ്പോൾ പരിശുദ്ധാത്മാ അഭിഷേകമെന്നും, ജലത്തോട് സാദൃശ്യപ്പെടുത്തി പറയുമ്പോൾ പരിശുദ്ധാത്മ സ്നാനം എന്ന് പറയും. അപ്പോസ്തല പ്രവൃത്തികളുടെ പുസ്തകം 11-ാം അധ്യായം 15-16 വാക്യം. ഞാൻ സംസാരിച്ചു തുടങ്ങിയപ്പോഴേക്കും പരിശുദ്ധാത്മാവ് ആദിയിൽ നമ്മുടെ മേൽ എന്ന പോലെ അവരുടെ മേലും വന്നു. അപ്പോൾ ഞാൻ യോഹന്നാൻ വെള്ളം കൊണ്ട് സ്നാനം കഴിപ്പിച്ചു, നിങ്ങൾക്കോ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കുമെന്ന് കർത്താവ് പറഞ്ഞ വാക്കോർത്തു. എന്നോട് കേട്ട് പിതാവിന്റെ വാഗ്ദത്തത്തിനായി യെരൂശലേം ഇട്ട് വാങ്ങിപ്പോകാതെ കാത്തിരിക്കണം, നിങ്ങൾക്ക് ഏറിയ നാൾ കഴിയും മുമ്പേ പരിശുദ്ധാത്മാവ് കൊണ്ട് സ്നാനം ലഭിക്കും എന്ന് കർത്താവ് ലൂക്കോസ് സുവിശേഷത്തിൽ പറഞ്ഞ വാക്യമാണ് ഇവിടെ ലൂക്കോസ് എടുത്ത് ഉദ്ധരിക്കുന്നത്. ലൂക്കോസിന്റെ സുവിശേഷവും അപ്പോസ്തല പ്രവൃത്തിയും ലൂക്കോസാണ് എഴുതിയത്. 3ാമത്തെ സ്നാനം മത്തായി സുവിശേഷം 3-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ നിങ്ങളെ മാനസാന്തരത്തിനായി വെള്ളത്തിൽ സ്നാനം ഏൽപ്പിക്കുന്നതേയുള്ളൂ, എന്റെ പിന്നാലെ വരുന്നവനോ എന്നേക്കാൾ ബലവാനാകുന്നു, അവന്റെ ചെരുപ്പ് ചുമപ്പാൻ ഞാൻ മതിയായവനല്ല. അടുത്തത്, അവൻ നിങ്ങളെ പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം ഏൽപ്പിക്കും. പരിശുദ്ധാത്മാവിലും തീയിലും സ്നാനം കഴിപ്പിക്കും. തീയിലുള്ള സ്നാനം. പലരും ഈ തീയിലുള്ള സ്നാനത്തെയും പരിശുദ്ധാത്മ സ്നാനത്തോട് ചേർത്ത് സെയിം ആണെന്ന് പറയാറുണ്ട്. അല്ല. അഗ്നിസ്നാനം എന്ന് പറയുന്നത് ന്യായവിധിയാണ്. തെളിവ് കേൾക്കണ്ടേ? അതിന്റെ തൊട്ട് മുകളിലത്തെ വാക്യം വായിച്ചാട്ടെ. മത്തായി സുവിശേഷത്തിലെ 10-ാം വാക്യം. ഇപ്പോൾ തന്നെ വൃക്ഷങ്ങളുടെ ചുവട്ടിന് കോടാലി വെച്ചിരിക്കുന്നു, നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷമെല്ലാം വെട്ടി തീയിലിട്ട് കളയും. അപ്പൊ അതാണ് അഗ്നിസ്നാനം. നല്ല ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലിട്ട് കളയുന്നു. ഇനി 12-ാം വാക്യം കൂടി നോക്കിയാട്ടെ. വീശുമുറം അവന്റെ കയ്യിലുണ്ട്, അവൻ കളത്തെ മുറ്റും വെടിപ്പാക്കി കോതമ്പ് കളപ്പുരയിൽ കൂട്ടിവെക്കുകയും പതിർ കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുകയും ചെയ്യുന്നു. അതാണ് അഗ്നിസ്നാനം. പരിശുദ്ധാത്മാവിലും അഗ്നിയിലും സ്നാനം കഴിപ്പിക്കും. ഒന്നിച്ചു പറഞ്ഞു എങ്കിലും അത് 2 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. അവൻ ആര്? യേശുക്രിസ്തു. പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധി മുഴുവൻ പുത്രന് കൊടുത്തിരിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 5-ാം അധ്യായത്തിൽ വായിക്കുന്നു. അപ്പോസ്തല പ്രവൃത്തി 17-ാം അധ്യായത്തിൽ വായിക്കുന്നു, താൻ നിയമിച്ച പുരുഷൻ മുഖാന്തരം ലോകത്തെ നീതിയിൽ ന്യായം വിധിപ്പാൻ ഒരു ദിവസം നിശ്ചയിച്ചിരിക്കുന്നു. ന്യായകർത്താവ് യേശുവാണ്. ഇന്ന് കർത്താവ് കൃപാസനത്തിലാണ് ഇരിക്കുന്നത്. എന്നാൽ ഒരു ദിവസം അവൻ ന്യായാസനത്തിലിരിക്കും. പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നത് പോലെ, ഫലം കായ്ക്കാത്ത വൃക്ഷത്തെ തീയിലിട്ട് നശിപ്പിച്ച് കളയുന്നത് പോലെ കർത്താവ് ദുഷ്ടന്മാരെയൊക്കെയും തീപ്പൊയ്കയിലേക്ക് തള്ളിക്കളയും. ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത യവനെയും തീപ്പൊയ്കയിൽ തള്ളിക്കളയും. ആത്മസ്നാനം ഇന്നാണ് സംഭവിക്കുന്നത്. എന്നാൽ അഗ്നിസ്നാനം ഭാവിയിൽ നടക്കാൻ പോകുന്ന ഒരു കാര്യമാണ്. വേദപുസ്തകത്തിലെ 2-3 ഉദാഹരണം പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ദാനിയേൽ പ്രവചനം 9-ാം അധ്യായത്തിന്റെ 26-27 വാക്യങ്ങളിൽ 2 പ്രഭുക്കന്മാരെ കുറിച്ച് വായിക്കുന്നുണ്ട്. ഒന്ന് അഭിഷിക്തനായ പ്രഭു. 62-69 ആഴ്ചവട്ടം കഴിയുമ്പോൾ അഭിഷിക്തനായ പ്രഭു ഛേദിക്കപ്പെടും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭു, അത് അന്തിക്രിസ്തുവാണ്. ക്രിസ്തു ക്രൂശിക്കപ്പെട്ടു, പക്ഷെ അന്തിക്രിസ്തു എന്ന പ്രഭു ഇതുവരെ വെളിപ്പെട്ടിട്ടില്ല. വാക്യം ഒരുമിച്ചാണ് പറയുന്നതെങ്കിലും അത് 2 കാലഘട്ടത്തിലാണ് നടക്കുന്നത്. ഒരു തെളിവൂടെ പറയാം. യെശയ്യാ പ്രവചനം 61-ാം അധ്യായത്തിന്റെ 1-ാമത്തെ വാക്യം. എളിയവരോട്
സദ്വർത്തമാനം ഘോഷിപ്പാൻ യഹോവ എന്നെ അഭിഷേകം ചെയ്തിരിക്കൊണ്ട് ആ. യഹോവയായ കർത്താവിന്റെ ആത്മാവ് എന്റെ മേൽ ഇരിക്കുന്നു. അടുത്തത്, ഹൃദയം തകർന്നവരെ മുറികെട്ടുവാനും തടവുകാർക്ക് വിടുതലും ബദ്ധന്മാർക്ക് സ്വാതന്ത്ര്യവും അറിയിപ്പാനും യഹോവയുടെ പ്രസാദ വർഷവും നമ്മുടെ ദൈവത്തിന്റെ പ്രതികാര ദിവസവും പ്രസിദ്ധമാക്കുവാനും. 2 വർഷങ്ങളെ കുറിച്ച് അവിടെ പറയുന്നു. ഒന്ന് പ്രസാദ വർഷം, മറ്റൊന്ന് പ്രതികാര ദിവസം. ഇത് ആരുടെ കാലത്താണ് നടക്കുന്നത്? യഹോവയായ കർത്താവ് എന്നെ അഭിഷേകം ചെയ്തു എന്ന് പറയുന്ന അഭിഷിക്തനായ ക്രിസ്തുവിലാണ് നിവർത്തിയാവുന്നത്. പക്ഷേ യെശയ്യാപ്രവചനം 61 അധ്യായത്തിന്റെ 1-2 വാക്യങ്ങൾ പുതിയ നിയമത്തിലെ യേശു ക്രിസ്തു തന്നെ എടുത്തുദ്ധരിച്ചപ്പോൾ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമേ കർത്താവ് പറഞ്ഞുള്ളൂ. വായിക്കാം. ലൂക്കോസിന്റെ സുവിശേഷം 4 അധ്യായം 18-19 വാക്യം. ദരിദ്രന്മാരോട് സുവിശേഷം അറിയിപ്പാൻ കർത്താവ് എന്നെ അഭിഷേകം ചെയ്യുകയാൽ അവന്റെ ആത്മാവ് എന്റെ മേലുണ്ട്. ബദ്ധന്മാർക്ക് വിടുതലും കുരുടന്മാർക്ക് കാഴ്ചയും പ്രസംഗിപ്പാനും പീഡിതന്മാരെ വിടുവിച്ചയപ്പാനും കർത്താവിന്റെ പ്രസാദ വർഷം പ്രസംഗിപ്പാനും എന്നെ അയച്ചിരിക്കുന്നു. അതൊരു ഉദ്ധരണിയാണ്. കൊട്ടേഷൻ ചിഹ്നം അവിടെ കൊടുത്തിട്ടുണ്ട്. എവിടെ നിന്നോ ആ വാക്യം എടുത്ത് ഉദ്ധരിക്കുകയാണ്. എവിടെ നിന്നാണ് ഉദ്ധരിച്ചിരിക്കുന്നത്? യെശയ്യാപ്രവചനം 61 അധ്യായത്തിൽ നിന്ന്. അവിടെ 2 കാര്യം പറയുന്നു: പ്രസാദ വർഷവും പ്രതികാര ദിവസവും. പക്ഷേ യേശു ആ വാക്യം എടുത്ത് ഉദ്ധരിച്ചപ്പോൾ പ്രസാദ വർഷത്തിന്റെ കാര്യം മാത്രമേ പറഞ്ഞുള്ളൂ. പ്രതികാര ദിവസത്തിന്റെ കാര്യം കർത്താവ് അപ്പോൾ പറഞ്ഞില്ല. കാരണം അത് യേശുവിന്റെ കാലത്തല്ല നടക്കുന്നത്, അന്ത്യനാളിലാണ്, ന്യായവിധി നാളിലാണ്. ഞാൻ പറഞ്ഞത് അഗ്നിസ്നാനം എന്ന് പറയുന്ന ആ 3ാമത്തെ സ്നാനം, ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്യിൽ തള്ളിക്കളയുന്ന, പതിർക്കെടാത്ത തീയിലിട്ട് ചുട്ടുകളയുന്നത് പോലെ, ഫലം കായ്ക്കാത്ത വൃക്ഷം വെട്ടി തീയിലിട്ട് കളയുന്നത് പോലെ ന്യായകർത്താവായ യേശു ക്രിസ്തു പാപികളെ ശിക്ഷ വിധിക്കുന്ന കാലത്താണ് സംഭവിക്കാൻ പോകുന്നത്.